ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കി. പേഴ്സൺ 1 ഉണ്ട്, പേഴ്സൺ 2 ഉണ്ട്, പേഴ്സൺ 3 ഉണ്ട്, 3 ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ ഈ സൈഡിൽ യൂണിറ്റ് ഓഫ് ടൈമും യൂണിറ്റ് ഓഫ് ഫോക്കസും അതുപോലെ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പേഴ്സൺ 1 10 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. യൂണിറ്റ് ഓഫ് ടൈം 10 ആണ്. അതിൻ്റെ എക്സാമ്പിൾ പറയാം, 10 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. അയാളെ യൂണിറ്റ് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് 2 ഉള്ളൂ. അപ്പോൾ അയാൾക്ക് വരുന്ന പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി 20. ഇനി പേഴ്സൺ 2ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അയാൾ 5 മണിക്കൂറേ പണിയെടുക്കണുള്ളൂ. കമ്പയർ ടു പേഴ്സൺ 1 അയാളുടെ ഒരു പകുതിയെ ഇയാൾ പണിയെടുക്കണുള്ളൂ, പേഴ്സൺ 2. പക്ഷെ അയാൾക്ക് യൂണിറ്റ് ഓഫ് ഫോക്കസ് 4 ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പ്രൊഡക്ടിവിറ്റി 20 വരുന്നുണ്ട്, സെയിം ആസ് പേഴ്സൺ 1. ഇയാൾ 10 മണിക്കൂർ പണിയെടുത്തു പേഴ്സൺ 1, പക്ഷേ 20 യൂണിറ്റേ പ്രൊഡക്ടിവിറ്റി ഉള്ളൂ. എന്നാൽ അതേസമയം പേഴ്സൺ 2 5 മണിക്കൂർ പണിയെടുത്തിട്ട് അയാൾക്ക് അതേ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതേ പ്രൊഡക്ടിവിറ്റി കിട്ടി. ഇനി പേഴ്സൺ 3ന്റെ കേസ് നോക്കുക. പേഴ്സൺ 3 എന്ന് പറയുന്നത് 3 മണിക്കൂറേ പണിയെടുക്കണുള്ളൂ. പക്ഷെ അയാൾക്ക് ഫോക്കസ് എത്ര ഉണ്ട്? 10 യൂണിറ്റ് ഉണ്ട്. സോ 3 × 10 30 യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് 10 മണിക്കൂർ പണിയെടുത്തതിനെക്കാട്ടും അടിപൊളി റിസൾട്ട് ആർക്ക് കിട്ടി? ഈ 3 മണിക്കൂർ പണിയെടുത്ത ആൾക്ക് കിട്ടി. സോ ഇവരുടെ മെയിൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഫോക്കസ്. എല്ലാവരും ഒരേ ഹവേഴ്സ് ആണ് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്ടിവിറ്റിന്റെ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. സോ ഫോക്കസ് ഈസ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ.